ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അത് കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതാണ് മെയിനായിട്ടുള്ള പരിപാടി. ടാസ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഫുഡ് ഉണ്ടാക്കൽ കിച്ചണിലോട്ട് അങ്ങനെ പോവാറും പതിവൊന്നുമില്ല. ഉണ്ടാക്കും ചിലത് കുറച്ചൊക്കെ. അപ്പോൾ അമ്മേച്ചനൊക്കെ ഒന്ന് പുറത്തു പോയേക്കണാണ്. അപ്പോൾ അമ്മ എന്നോട് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം ആ രീതിയിൽ. ഇപ്പം സമയം 12 മണിയായി. എത്ര മണിക്ക് ഇനി ഉണ്ടാക്കി തീരുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്കധികം സമയം വൈകിക്കണ്ട, വേഗം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഫുഡ് എന്ന് പറയാനായിട്ട് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. സിമ്പിൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ആദ്യം ചോപ്പ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതിന് വേണ്ടി ഓടി നടക്കണ്ടല്ലോ. അപ്പോൾ എൻ്റേതായിട്ടൊരു ഐഡിയയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. നമുക്കിനി ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അടുക്കള കൊണ്ട് പേടിക്കേണ്ട. അടുക്കള ഒരു ചെറിയ റെനോവേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അലങ്കോലമായിട്ട് കിടക്കണതാണ്. എല്ലാം ഈ ഡ്രോസ് കാര്യങ്ങളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യാനായിട്ട് എല്ലാം പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും അകത്തുനിന്നുള്ളതൊക്കെ എടുത്ത് പുറത്തിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ മൊത്തത്തിൽ കുളമായിട്ടാണ് കിടക്കണത് അടുക്കള. പിന്നെ ഇങ്ങനെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയുണ്ട്. ഒരു തള്ള വൈബ് ഇല്ലേ? തള്ള വൈബായി ഗൈസ്. പ്രായമായി വരണതാണ്. അപ്പോൾ എന്തായാലും തള്ള വൈബ് ആവുമല്ലോ. പക്ഷേ നല്ല സുഖമുണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ഞാനിത് എടുത്തിട്ടേക്കണേ. എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എന്തായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടണമല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ നൈറ്റി അങ്ങ് എടുത്തിട്ട് അങ്ങനെ അപ്പം മൊത്തത്തിലൊരു വൈബായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ. അപ്പം നമുക്കിനി എല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പം പ്ലാനിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വേറൊന്നുമില്ല, നമ്മുടെ ഈ സാധനം അരിഞ്ഞിട്ട് അങ്ങനെ റെഡി ആവണില്ല. എൻ്റെ നഖമുള്ളതാണ്, എനിക്ക് അരിയാൻ പറ്റണില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ചോപ്പർ യൂസ് ചെയ്യാം. അതാ നടക്കുള്ളൂ. അല്ലാണ്ട് ഇന്ന് ഞാൻ അരിഞ്ഞ് പിടിച്ച് വരുമ്പോൾ ആർക്കും ചോറ് തിന്നാനായിട്ട് പറ്റൂല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ നമുക്കിനി ക്യാരറ്റും കൂടി അങ്ങനെ ഇടാം പകുതിയായിട്ട്. ഒന്നും അടച്ച് വെച്ച് റെഡിയാക്കാം. ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ജിഞ്ചറും ഗാർലിക്കൊക്കെ നന്നാക്കാം. ജിഞ്ചർ ഞാൻ കുറച്ച് നന്നാക്കി കുറച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗാർലിക്, വെളുത്തുള്ളി, ഈ സാധനങ്ങൾ റെഡിയാക്കാൻ പാട്. നമുക്ക് ആ രണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ആ കല്ല് വെച്ചതിന് ചെറുതായിട്ട് ചതക്കാം. അരിയാനൊന്നും കിട്ടുന്നില്ല. ഈ ഫ്രൈഡ് റൈസ് റെസിപ്പി ആരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതെൻ്റെ രീതിയാണ്. ഇതെങ്ങനെയാണ്, ഇങ്ങനെ തന്നെയാണോ അല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിങ്ങനെ അങ്ങനെ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഓരോന്നിട്ട് കാണിച്ചു തരാം. മല്ലിയില, ക്യാപ്സിക്കം, ക്യാരറ്റ്,
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതായത് നമ്മുടെ മുട്ട അത് 5 എടുത്തിട്ടുണ്ട്. അത് ബീറ്റ് ചെയ്തിട്ടില്ല, ബീറ്റ് ചെയ്യണം. നമുക്ക് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് ഓപ്ഷണലാണ് കേട്ടോ, ഇതിനകത്ത് ഇട്ട് കൊടുക്കണമെന്നില്ല. എനിക്ക് മുട്ടയിൽ കുരുമുളക് പിടിച്ചിരിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇത് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുക. ചോറൊക്കെ ഓൾറെഡി അമ്മ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. ഈ ചോറിൻ്റെ വേവ് കറക്റ്റ് ആവലാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്ത് ഗ്രീൻ പീസും ഉണ്ട് കേട്ടോ, ഗ്രീൻ പീസും ഉണ്ട് കുറച്ച്, അത് ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടി വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള ചോറ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണം. നമുക്ക് ചെയ്യാം. ഞാനത് ഇങ്ങനത്തെ ഒരു ഉരുളി പോലത്തെ ചൂടാവുന്നുണ്ട്, ഇല്ല ചൂടായിട്ടില്ല. ഇതുപോലത്തെ ഒരു ഉരുളിയാണ് വച്ച് കൊടുക്കണത്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇടാം. സോറി കേട്ടോ, മൂക്കടപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വലിവ് പോലെ വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൺഡ വെള്ളം ചൂട് എല്ലാം ഇരിപ്പുണ്ട് ഇവിടെ. കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, അത് ചൂടായി. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇടാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ആഡ് ചെയ്യാഞ്ഞത് അത് പൊട്ടിത്തെറിക്കും, അതുകൊണ്ടാണ്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോറിൽ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്, അപ്പം സൂക്ഷിച്ച് കണ്ടിടണം. അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്, കാരണം ഞാൻ എപ്പോഴും ഉപ്പിടുമ്പോഴും കൂടിപ്പോവും. നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കണം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയാണ്, പച്ചമുളകൊന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. Hi Sagar, what is sudden surprise? ഞാൻ ചെയ്തോണ്ടിരിക്കണുള്ളൂ, ചോറ് ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇത് നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? അതല്ല, പനീറാണ് ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോ പനീർ കറിയും കൂടി ഉണ്ടാക്കൂട്ടാ, കറിഞ്ഞൂടാ. ഞാൻ ഇത് ചെയ്യട്ടെ, ഞാൻ ചെയ്യാറുണ്ട്. കുഴപ്പമില്ല. ഇതേ ചോറ് അമ്മ വേവിച്ച് വെച്ച് പോയത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഞാൻ പോയി വന്നിട്ട് ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. അതാണ് പാചകം. ഇതൊക്കെ എന്ത് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു കണക്കിൽ ഉണ്ടാക്കി. ഇപ്പം സമയം 1 മണി കഴിഞ്ഞ്. 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്.
ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് എന്ന രീതിയിൽ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനാണ് ഇടേണ്ടത്. സ്പ്രിംഗ് ഓണിയനൊന്നും ഇല്ല ഇവിടെ, കയ്യിലെന്തോ ഉള്ളത് അത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ രീതിക്കുള്ള ഒരു ഫ്രൈഡ് റൈസ് ആണെന്നുള്ളത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പനീർ കറി ഉണ്ടാക്കണം. അതും കൂടി ഞാനത് ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. സോ ഞാൻ അതും കൂടി ഉണ്ടാക്കും ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടാക്കണോ, ചിലപ്പോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല. ഉണ്ടാക്കണോ വേണ്ടേ നോക്കട്ടെ. നല്ല മണം വരുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫ്രൈഡ് റൈസ് റെഡിയായി. അതുപോലെ തന്നെ അമ്മ പനീർ കറി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പനീർ, സോസ്, ഫ്രൈഡ് റൈസ്, പപ്പടം, അങ്ങനെ ഇത് മൂന്നും കൂടിയാണ് കഴിക്കാൻ പോണേ കേട്ടാ. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തേക്കുള്ള വീഡിയോ. ഇത് ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. ഇനി ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എഡിറ്റ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഇത് സൺഡേ ആണല്ലോ, അപ്പം പിന്നെ വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. പിന്നെ ഇങ്ങനെ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ഈ റെസിപ്പി ഒന്നും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ, കാരണം അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ അമ്മ ഉണ്ടാക്കിയ പനീർ കറി സൂപ്പറായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് പനീർ കറി ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഇനിയൊന്നുമില്ല, ഇനി നൈസായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. കാരണം വയറൊക്കെ ഫുള്ളായി ഇരിക്കുന്നതാണ്. അപ്പം ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം. പിന്നെന്താ എടാ ഇൻഹേലറൊക്കെ ആയിട്ടാണ് നടക്കണത്. വയ്യ ഇവിടെ, എനിക്കും വയ്യ, അമ്മക്കൊന്നും വയ്യ. മൊത്തത്തിൽ ഒരു വയ്യായിക, ജലദോഷം, തുമ്മൽ, ആ ഒരു മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ പിന്നെ ഇടാമല്ലോ. അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുപോലത്തെ വീഡിയോസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.